ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ന്യൂസുകളിലെല്ലാം ഈ ഒരു വാർത്ത കേട്ടിട്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ടാനമ്മ 6 വയസ്സായൊരു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളത്. എന്താ പറയുക, ആദ്യത്തെ അതിലുള്ള മോള് തനിക്ക് ബുദ്ധിമുട്ടാവുന്നുള്ളത് ഓർത്തിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു. വെറും 6 വയസ്സുള്ളൊരു പൊന്നുമോള്. എന്താ ചെയ്യാല്ലേ? അത് നോക്കാം. ആ ഒരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്നത്. അല്ലാത്തത് കിട്ടില്ലേ? വെറുതെ അത് ആ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ആ കുഞ്ഞ് ഇയാളുടെ അടുത്താണെന്നുള്ളതും അറിയാം, എല്ലാം അറിയാം. എന്നിട്ട് കുടുംബ വഴക്കിന് തുടർന്നിട്ട് ആ കുഞ്ഞിനെ കൊല്ലുമ്പോൾ ഉള്ള ഇപ്പോൾ എന്ത് കിട്ടി? ഇനിയിപ്പോൾ എന്താണ് ഇനി അവൾക്ക് ഉള്ള ഒരു സമാധാനം? എന്താണ് ഇപ്പോൾ ഉള്ള മക്കളെ നോക്കാൻ പറ്റും? ഇനി ജയിലഴിക്കുള്ളിലായില്ലേ അവളുടെ ജീവിതം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടാം വിവാഹത്തിന് തയ്യാറാവുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാവണം. എനിക്ക് പിന്നെ ഈ പറയാനുള്ളത്, കല്യാണം കഴിക്കാൻ മുമ്പ് എൻ്റെ കുഞ്ഞിനെ നോക്കണം എന്നുള്ളത് ആദ്യം തന്നെ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ നിർത്തണം. ആ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നവർ വരുവാണെങ്കിൽ അങ്ങനെ സമ്മതിക്കണം. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെണ്ണിനെ ഇത് ചെയ്യാൻ പാടില്ല. എന്താണ്, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതും ഒരു തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് പറയും എൻ്റെ കുഞ്ഞിനെ നോക്കണം. അതിന് മുമ്പേ പറഞ്ഞ് കല്യാണം നടക്കാൻ വേണ്ടി പല നുണകളും പറഞ്ഞിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇയാൾ പറയുന്നത് കുഞ്ഞിനെ നോക്കാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അതിന് ശേഷമാണ് മക്കളൊക്കെ ആയത്. അപ്പോൾ നേരത്തെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സ്വന്തം കുഞ്ഞല്ലെങ്കിലും സ്വന്തം വയറ്റിൽ ചുമന്ന് പ്രസവിച്ചിട്ടില്ലെങ്കിൽ കൂടെ എങ്ങനെയാണ് ഈ 6 വയസ്സായ ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നീയും പ്രസവിച്ചതല്ലേ, എങ്ങനെയാണ് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തോന്നുന്നത്? പല സിറ്റുവേഷൻസും ഉണ്ടാകും. അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നീയും ഭർത്താവും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ അയാളുടെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞിനെയല്ല നീ കൊന്ന് നിൻ്റെ ദേഷ്യം തീർക്കേണ്ടത്. ഇപ്പം എന്താ, എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ ഇനി ജയിലഴിക്കുള്ളിലാണ് നിൻ്റെ ജീവിതം. ഇനി എന്തെങ്കിലും വരുന്നുണ്ട്, അയാൾ വേറെ കല്യാണം കഴിച്ച് അയാൾ സുഖമായിട്ട് ജീവിക്കും. ഇനി നിനക്ക് ജീവിതകാലം മുഴുവൻ എന്ത് സമാധാനം ഉള്ളത്? ഇനി ഇപ്പോൾ ഉണ്ടായ നിൻ്റെ മക്കളെ നിനക്ക് നേരം പോലെ നോക്കാൻ പറ്റുമോ? ഇല്ല. ഇതിങ്ങനെ ജയിലഴിക്കുള്ളിൽ തന്നെ നിൻ്റെ ജീവിതം ഒടുങ്ങും. അപ്പം നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ ആ കുഞ്ഞിനെ, ആ പൊന്നുമോളുടെ മുഖം കാണുമ്പോൾ തന്നെ സങ്കടം വരും. ആ പൊന്നുമോളെ നോക്കാൻ കഴിയുന്ന ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കായിരുന്നില്ലേ? അപ്പോൾ എങ്ങനെയെങ്കിലും മിസ്സായിപ്പോയിന്ന് എന്തെങ്കിലും ഇപ്പോൾ കള്ളം പറഞ്ഞിട്ട് നിനക്ക് നിൽക്കാമായിരുന്നു. ഇങ്ങനെ നൊന്ത് പ്രസവിച്ച് എങ്ങനെ ഈ പ്രസവ വേദന അറിഞ്ഞ സ്ത്രീകൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ കൊല്ലാൻ തോന്നുന്നു മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഭയങ്കര ക്രൂരത തന്നെയാണ്. ഇത് എന്താ പറയുക, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകണം. അല്ലാതെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് അയാളുടെ കുഞ്ഞാണ്, അയാളുടെ ആദ്യ ഭാര്യയുള്ള കുഞ്ഞാണ്, എനിക്ക് ഇതിനെ കാണുമ്പോൾ എൻ്റെ മക്കളെ നോക്കില്ല എന്നുള്ള ഒരു ഇതൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യല്ല വേണ്ടത്. പറ്റില്ല എങ്കിൽ അയാളുടെ അടുത്ത് തുറന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കണമായിരുന്നു. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ വരുന്നുള്ള ഭവിഷ്യത്ത് ഓർക്കണമായിരുന്നു. ഇത് കല്യാണം കഴിയണ മുമ്പ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളത് നിനക്കിനി എന്ത് സമാധാനമാണ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക? ഒരു സ്വസ്ഥമായ ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെ അതുപോലെ തന്നെ നൊന്ത് പ്രസവിച്ച് ഉടനെ കൊല്ലുന്ന, പെൺകുഞ്ഞാണ് പറഞ്ഞിട്ട് കൊല്ലുന്ന, അല്ലെങ്കിൽ കാമുകനുമായിട്ട് സുഖിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇത്രയും പ്രസവ വേദന എടുത്ത് ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് പൊന്നു മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാൻ തോന്നുന്നത് മനസ്സിലാവുന്നില്ല. എന്നാലും നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ആലോചിച്ചിട്ടും ഒന്നും വല്ലാത്തൊരു പേടി തന്നെയാണ്. നമ്മുടെ മക്കളെ എന്തെങ്കിലും നമ്മൾ അടിക്കും, ശിക്ഷിക്കും, എല്ലാം ചെയ്യും. എന്നാലും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നും. അയ്യോ, ഞാൻ പിള്ളേരെ അടിച്ചല്ലോ ഇതായാലെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷമം തോന്നും. നമ്മളെ പറഞ്ഞാലും സഹിക്കും, നമ്മുടെ മക്കളെ ആരെങ്കിലും പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനൊക്കെ. അപ്പോൾ നമുക്ക് മക്കളുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എത്രയോ ആൾക്കാർ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ? അങ്ങനെ എന്തെങ്കിലും മിസ്സായിപ്പോയെന്ന് എന്തെങ്കിലും പറഞ്ഞ് അവർക്കെങ്കിലും കൊടുത്തൂടെ? ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും അറിയാലോ. എങ്ങനെയെങ്കിലും മിസ്സായിപ്പോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അയാളെ അറിയുമെങ്കിൽ പിന്നീട് അറിയട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ആ പൊന്നു മോളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ആ ഒരു
ചിന്തിക്കാൻ പോലും വയ്യ. അത് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നി. ഇങ്ങനെയുള്ള സ്ത്രീകളൊന്നും ലോകത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഈ പിഞ്ചു മക്കളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നവരെ ഓൺ ദ സ്പോട്ട് തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഇതാക്കിയിട്ട് കൊല്ലുക വേണ്ടത്. ഇങ്ങനെയുള്ളവർ ഈ കടുത്ത ശിക്ഷ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇത് കൂടി വരുന്നത്. പ്രസവിച്ച ഉടനെ കൊല്ലുക, അതുപോലെ തന്നെ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നാലും മക്കളില്ലാത്ത എത്രയോ ആളുകൾ, നമ്മുടെ കൺവെട്ടത്ത് എത്രയോ ആളുകളുണ്ട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകളും ദുആകളുമായിട്ട് കഴിയുന്നവർ. അവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് കമൻസുകളും കണ്ടു, ഞങ്ങൾക്ക് തരായിരുന്നില്ല ആ കുഞ്ഞിനെ, നീ എന്തിനാണ് നീ ഒരു അമ്മ നിനക്ക് ആ കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ നിനക്ക് ആരെങ്കിലും കൊടുത്തുകൂടായിരുന്നു, നീ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു നിഷ്കളങ്കമായ മുഖം. 6 വയസ്സായ കുഞ്ഞിന് എന്തറിയും, എന്തെങ്കിലും അറിയും. ഈ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നുന്നു. ആ പ്രായത്തിലുള്ള മക്കൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വേവലാതിയാണ്, വല്ലാത്ത വിഷമമാണ്. എന്താ പറയുക, നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെ ആയല്ലോ, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്താ പറയുക, ഇത് കാണുമ്പോൾ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് സങ്കടപ്പെട്ടു. നമുക്കും ആ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ, ആ പൊന്നുമോള് പറക്കം മുറ്റാത്ത പ്രായത്തിൽ തന്നെ അമ്മയുടെ ഒന്നും അറിയാതെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് വന്നതാണ്. നല്ലൊരു ജീവിതം ഉണ്ടാവും, എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്, എൻ്റെ ഫാദറിൻ്റെ കൂടെയാണെന്നുള്ളൊരു എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തിട്ടായിരിക്കും ആ കുഞ്ഞ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനിങ്ങനെ കൊല്ലാൻ കാണിച്ച അവളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാൻ മടിക്കാത്തവൾ പിന്നെ പല ദ്രോഹങ്ങളും ചെയ്യാൻ മടിക്കില്ല. അവളുടെ സ്വന്തം മക്കളെ പോലും അവൾ നോക്കില്ല. ഈ ഒരു ഇതാണെങ്കിൽ സ്വന്തം മക്കൾക്ക് പിന്നീട് ഇതാവുമെന്ന് പറഞ്ഞിട്ട് കൊന്നതാണെന്ന്. എന്താ അല്ലേ, ഭയങ്കര വിഷമം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. ഇങ്ങനെ ഇനിയെങ്കിലും എന്തെല്ലാം ലോകത്ത് നടക്കുന്നു, എത്ര നമ്മളിത് പറഞ്ഞാലും എത്ര ഇതായാലും ഈ ഒരു ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊന്നും ഒരു അവസാനം ഇല്ല. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ നിയമങ്ങളൊന്നും ശരിയായ രീതിയിലല്ല. എങ്ങനെയൊക്കെ പിഞ്ചു മക്കളെ കൊല്ലുന്നു ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ കൊല്ലുന്നവന്മാരെ കൊല്ലുന്ന ഒരു ഇത് വരണം. അപ്പോൾ അതോടുകൂടി തീരും ഇവളുമാരിൻ്റെയൊക്കെ സൂക്കേട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര വിഷമത്തോടു കൂടിയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞത്. ഭയങ്കര സങ്കടം തോന്നി ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എനിക്കെന്താ പറയുക, ഈ ഒരു ഇത് കൂടുതലായിട്ടൊന്നും എനിക്ക് ചെയ്യാനോ പറയാനോ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.